കൊച്ചു വർത്താനവും കഥകളും ഒക്കെ ആയിട്ട് അവർ ഹന്നാറോസിൻ്റെ കൂടെ ഇരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയാം അവർ സമയം കടന്നുപോയെ. തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് കണ്ണൂർ ജില്ലയും കഴിഞ്ഞ് അവരങ്ങനെ കാസർഗോഡെത്തി. ഞങ്ങളുടെ പാലാവേലിൽ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഡിസ്കസ് ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇവരെക്കുറിച്ച്. ചെറുപ്പക്കാരെ നമ്മുടെ നാടുകളിൽ നിന്ന് കാണാതെ ആകുമ്പോഴാണ് KCYM-ലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ വലിയ സംരംഭങ്ങളുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ഹന്നാറോസിൻ്റെ കുഞ്ഞനിയത്തി വരെ അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ചേർന്ന് പോയെന്നുള്ളതാണ്. അവരുടെ ഒരു ശൈലിയും അപ്രോച്ചും എല്ലാം ഞാനിങ്ങനെ മാറി എന്ന് നോക്കി കാണുമായിരുന്നു. ഇത് കാണുമ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷനാണോ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. കുറച്ച് കാലങ്ങളായിട്ട് ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഇവർ മക്കളെ പിടിച്ചിരുത്തും, നല്ല പോലെ പിടിച്ചിരുത്തും. പഠനമെല്ലാം കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ഇതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു ഇവർ. അങ്ങനെ അവസാനമാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. LKG തൊട്ട് 8ാം ക്ലാസ് വരെയുള്ളവർക്കുള്ള ഓൺലൈൻ ട്യൂഷൻ. അതിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. 1-to-1 ക്ലാസ്, ഗ്രൂപ്പ് ക്ലാസ്സുകൾ, അതുപോലെ എക്സ്ട്രാ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെഷൻസ്. വലിയ പ്രതീക്ഷയാണ് ചെറുപ്പക്കാർക്ക് ഇത്തരം മേഖലയിലേക്കൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങുന്നത്. പ്രിയമുള്ളവർ, നമ്മളായിരിക്കുന്ന സമൂഹമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു കാര്യം ഉറപ്പിച്ചു, ഞാനുണ്ട് ഇവരുടെ കൂടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.